ആദ്യം പറയാനുള്ളത്, എന്തെങ്കിലും പ്രശ്നങ്ങളില്ലാത്ത അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ ചെന്ന് പെടാത്ത ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. നമുക്ക് സ്വപ്നങ്ങളും വികാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളിലൂടെ അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ആ പ്രശ്നങ്ങളെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. 75% പ്രശ്നങ്ങളും അവനവനായിട്ട് സൃഷ്ടിക്കുന്നതാണ്. നീ എന്താടി കിളിക്കണത്? കൂടുതലും അവനവനായിട്ട് തന്നെ സൃഷ്ടിച്ച പ്രശ്നങ്ങളാവും പ്രധാനമായിട്ടുണ്ടാവുക. വിശ്വസിക്കാൻ പാടില്ലാത്തവരെ നമ്മൾ വിശ്വസിച്ച് പോയത് ഇവന്റെ ഭാവിയിൽ മണ്ണിടാനല്ല, ഇവൻ ഈ കരക്കാരുടെ കണ്ണിൽ മണ്ണൊഴിച്ച് കത്തിക്കാതിരിക്കാനാണ് ഞാൻ വന്നത്. ഭിന്നശേഷി കുട്ടികളെ അദ്ദേഹം ഏത് രീതിയിലാണ് ചൂഷണം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഗോപിനാഥ് മുതുകാടിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്തു. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ തട്ടിപ്പാണല്ലേ? മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. കള്ള കേസിൽ കുടുക്കി അകത്താക്കുമെന്ന് ഈ പറയുന്ന മുതുകാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? നമ്മൾ തന്നെ തുടങ്ങി വെച്ചതിന്റെ ബാക്കി പത്രമാവും ഇപ്പോൾ നമുക്ക് ഒരു കുരുക്കായി തീർന്നത്. ഒരക്ഷരം പോലും തെറ്റിയില്ല. ആ സമയത്ത് ന്യായീകരിക്കാൻ നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവുമെങ്കിലും പ്രയോജനമൊന്നും കാണത്തില്ല. ഇനിയുള്ള 15% പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്ത് നിന്നാണ്. നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ട് അവന്മാർക്ക് ആളെ പിടിയിട്ടും എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. അതായത് അവനവനായിട്ട് ഉണ്ടാക്കി വെച്ച് ഇപ്പോൾ പരിഹരിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ പരിഹരിക്കാൻ പാടുപെടുന്ന പ്രശ്നങ്ങൾ. ഒരു കഥ കേട്ടിട്ടില്ലേ? ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് പറവച്ച. സ്വാമി വിവേകാനന്ദൻ നരേന്ദ്രനാഥ് ആയിരുന്ന കാലത്ത് ആ കുട്ടിയുടെ കൂടെ കുറെ കുരങ്ങന്മാര് പുറകെ കൂടിയ ഒരു കഥയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്, കഥയുടെ പൊരുൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ആദ്യത്തേത്, ശാന്തം. എന്നിട്ട് ആക്രമിക്കുന്ന കുരങ്ങന്മാർക്കിടയിലേക്ക് ഒറ്റയ്ക്ക് ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രദ്ധിക്കുക. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഇനി അഥവാ പെട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ കാല് പിടിക്കാം, ഇനി ഒന്നും വിളിച്ചു പറയല്ലേ. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ. നീ എന്റെ മാനം കളയരുത്. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നും അങ്ങോട്ട് തന്നാലോ? വേണ്ട, ആരും കാണൂല. വേണ്ടെന്നേ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.